ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ബോഷ്കിൻ്റെ ആത്മാവ് എന്നതിനെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 12-ാം തിരുലിഖിതം. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും, ഓരോരുത്തനും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നു. ലോകത്തിൽ ആത്മീയമായ വലിയ ഒരു അപജയം സംഭവിക്കുമ്പോൾ വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ജെറമിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രഖ്യാപിക്കുകയാണ്. ദൈവവചനം കേൾക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു മതിപ്പ് തോന്നുന്നില്ല. പ്രാർത്ഥനയെക്കുറിച്ച്, വിശുദ്ധ കൂദാശകളെക്കുറിച്ച്, നിത്യരക്ഷയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, ദൈവഭക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ആത്മാവിനോട്, ദൈവരാജ്യത്തിൻ്റെ ആത്മാവിനോട് ഹൃദയം കൊണ്ട് ഒരു തുറവി, ഒരു മതിപ്പ് ഇവർക്ക് അനുഭവപ്പെടുന്നില്ല. ഹല്ലേലൂയ. എന്താ കാരണം? ഇവർ ബോഷ്കിൻ്റെ ആത്മാവിൻ്റെ ബന്ധനത്തിലേക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ലോകത്തിൽ ദൈവമക്കളുടെ നിത്യനാശത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യൂഹം ആത്മാക്കളുണ്ട്. അവരുടെ പേരാണ് ബോഷ്കിൻ്റെ ആത്മാവ്. എന്നാൽ നമുക്കാകട്ടെ ദൈവം നൽകിയിരിക്കുന്നത് അനുസരണത്തിൻ്റെ ആത്മാവിനെയാണ്. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഞാൻ അവർക്ക് ശ്രവിക്കുന്ന കാതുകളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. ഞാൻ അവർക്ക് ശ്രവിക്കുന്ന കാതുകളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. അങ്ങനെ ഈ ആത്മാവിനെ സ്വീകരിച്ച്, ഈ ആത്മാവിനെ മാനിച്ച്, ഈ ആത്മാവിനെ സ്നേഹിച്ച്, ഈ ആത്മാവിൻ്റെ അഭിഷേകത്തെ തങ്ങളുടെ ജീവിതത്തിൽ ജ്വലിപ്പിച്ചെടുക്കുന്ന ഒരു ദൈവ പൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ആ വചനത്തോട് ഒരു വലിയ തുറവി തോന്നും. ആ വചനം എന്താണോ പറയണത് അതുപോലെ ജീവിക്കണമെന്ന ഒരു ആഗ്രഹം ഹൃദയത്തിൽ ജനിക്കാൻ തുടങ്ങും. എന്നാൽ സാത്താൻ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ വചനങ്ങൾക്കും എതിരെ ബോഷ്കിന്റെ ചിന്ത എനിക്കും നിങ്ങൾക്കും നൽകും എന്ന് ഞാനും നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു രംഗം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 1 തൊട്ട് ഈ രംഗങ്ങൾ വർണ്ണിച്ച് വിവരിച്ചു തരുന്നുണ്ട്. അതിൽ 4 മുതലുള്ള വാക്യങ്ങൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഇതാ കൗശലക്കാരനായ തന്ത്രശാലിയായ സാത്താൻ ഹൗവയുടെ അടുക്കലേക്ക് ഏദെൻ തോട്ടത്തിൽ ഇറങ്ങി വരികയാണ്. ഹൗവ ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിന്റെ സ്വരം കേട്ട് അതിൽ സന്തോഷിച്ച് ജീവിക്കുന്ന കാലം, ഹൗവയ്ക്ക് പല വിചാരങ്ങളില്ലാത്ത കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആ ആദത്തിന്റെ കൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേട്ട്, ദൈവത്തെ സ്നേഹിച്ച്, അതിൽ അഭിമാനം കൊണ്ട്, അതിൽ സന്തോഷിച്ച്, ദൈവം എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ അധികമായി സ്നേഹിച്ച് ജീവിക്കുന്ന കാലം. അപ്പോൾ കൗശലക്കാരനായ ഈ ബോഷ്കിന്റെ ആത്മാവ്, ബോഷ്കിന്റെ ഉപദേശം കൊടുക്കുന്ന ഈ ആത്മാവ് ഹവ്വയുടെ അരികിലേക്ക് വന്നു. ഹവ്വയോട് ചോദിച്ചു, നീ എന്താ ഈ മരത്തിന്റെ പഴം തിന്നാത്തത്? ഹവ്വ ദൈവത്തിന്റെ വചനത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം തിന്നരുത് എന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബോഷ്കിന്റെ ആത്മാവ് പറയുകയാണ്, ഈ മരത്തിന്റെ പഴം തിന്നാൽ നീ മരിക്കുകയില്ല. ഈ മരത്തിന്റെ പഴം തിന്നാൽ നിന്റെ കണ്ണ് തെളിഞ്ഞ് നന്മയും തിന്മയും നീ വേർതിരിച്ചറിഞ്ഞ് നീ ദൈവത്തെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കുക, എന്താ ഈ ബോഷ്കിന്റെ ആത്മാവ് ഉപദേശിക്കുന്നത്? ഈ ബോഷ്കിന്റെ ആത്മാവ് ഉപദേശിക്കുന്നത് എന്താണോ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അതിന് അപ്പുറത്ത് ഒരു നന്മയുണ്ട് എന്ന് പറഞ്ഞ് ദൈവവചനത്തെ ലംഘിക്കാൻ ദൈവമക്കളെ പ്രചോദിപ്പിക്കുകയാണ്.
ഈ ദൈവവചനത്തെക്കാൾ വലിയൊരു നന്മ ഇതാ ബോഷ്കിന്റെ ആത്മാവ് വാഗ്ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവവചനമൊന്നും അല്ല, ഇതിനേക്കാൾ വലിയ നന്മയുണ്ട്, ഇതൊന്നും മുഴുവനും നോക്കിയിട്ട് കാര്യമില്ല, ഇതിനേക്കാൾ വലിയ ഇതിൻ്റെ വേറൊരു ജീവിതമുണ്ട്, മറ്റൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞ് ഇതാ ബോഷ്കിന്റെ ആത്മാവ് ദൈവവചനത്തെ അനുസരിക്കുന്ന ദൈവമക്കളെ ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മാവ് ഇന്ന് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? ഈ ആത്മാവ് ഇന്ന് എൻ്റെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഈ അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനം കൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വചനാഭിഷേകം പ്രാപിച്ച് അങ്ങനെ സന്തോഷത്തോടെ യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഭർത്താവിന് പുകവലിക്കണം. അപ്പോൾ ഭാര്യ ഇടപെട്ടു. നമ്മൾ ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് കുമ്പസാരിച്ച് വന്നവരല്ലേ, പിന്നെന്താ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുന്നത്? അപ്പോൾ ഈ ഭർത്താവിൻ്റെ ഉള്ളിൽ ഈ ബോഷ്കിന്റെ ആത്മാവ് കൊടുത്ത ഉപദേശം ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ ഇങ്ങനെയാണ്: എടി, അങ്ങനെ എല്ലാം നോക്കിയൊന്നും ജീവിക്കാൻ ഈ ലോകത്തിൽ പറ്റുമൊന്നുമില്ല, എല്ലാ വചനമൊന്നും നോക്കി ജീവിക്കാൻ പറ്റുമൊന്നുമില്ല, കുറേയൊക്കെ വേണം, അത് വേണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷെ 100 എല്ലാ വചനം അനുസരിച്ച് ജീവിക്കാനൊന്നും നീ എന്നെ നിർബന്ധിക്കരുത്, അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. വേറൊരു ദിവസം വേറൊരു കുടുംബത്തിൽ ബോഷ്കിന്റെ ആത്മാവ് കൊടുത്ത ഉപദേശം എങ്ങനെയാണ്: ദൈവം തന്നതല്ലേ ഈ ശരീരം, എൻജോയ് ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ദൈവത്തിന് അറിയാം എന്ന് പറഞ്ഞ് കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജഡത്തിന്റെ വെറിക്കൂത്തുകളിൽ മുഴുകാൻ വേണ്ടി ആ ചേട്ടൻ പോവുകയാണ്. വേറൊരു കുടുംബത്തിൽ ബോഷ്കിന്റെ ആത്മാവ് നൽകുന്നത് ഒരു ഉപദേശം ഒരു കുടുംബം പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാമദ്യപാനിയായ ഒരു വ്യക്തി മദ്യപാനം നിർത്തി വർഷങ്ങൾ വിശുദ്ധമായി ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചു വരവേ ഒരു ദിവസം, ഒരു ഈസ്റ്ററിന്റെ ദിവസം, ഇതാ ഈ മദ്യപാനിയുടെ കൂട്ടുകാരെല്ലാം വലിയ കുടിമേളങ്ങളും വെറിക്കൂത്തുകളിലും മുഴുകിയിരിക്കുമ്പോൾ ഈ മദ്യപാനി പോയി അതിൻ്റെ സൈഡിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ കുടിമേളത്തിൽ ഏർപ്പെട്ട ലോകപ്രകാരം ജീവിക്കുന്ന വെറിക്കൂത്തിന്റെ മനുഷ്യൻ ഈ മദ്യപാനം ഉപേക്ഷിച്ച് ദൈവ പൈതലായി തീർന്ന ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഈ ദൈവ പൈതലിനോട് ചോദിക്കുകയാണ്: അല്ല, നീ എന്താ ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ വിനോദങ്ങളിൽ ഏർപ്പെടാൻ വരാത്തത്? ഞങ്ങൾ നോക്ക് എത്ര ഫ്രീ ആയിട്ട് ജീവിക്കണ്, നീ എന്താ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് ജീവിക്കണത്? നീ ഞങ്ങളെപ്പോലെ വാ, നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഉടനെ ഇദ്ദേഹം പറഞ്ഞില്ല, ദൈവവചനം അത് അനുവദിക്കുന്നില്ല, മദ്യപിക്കാൻ ദൈവവചനം അനുവദിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുകയില്ല. ഉടനെ ഇതാ ബോഷ്കിന്റെ ആത്മാവ് ആ വെറിക്കൂത്തുകാർക്ക് കൊടുത്ത ഉപദേശം ഈ മനുഷ്യനേക്ക് ആ ബോഷ്കിന്റെ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്: എടാ, നമ്മൾ എത്ര നോക്കിയാലും ഒരു അസീസി പുണ്യാളനാകാനൊന്നും പറ്റുമൊന്നുമില്ല, നമ്മൾ എത്ര നോക്കിയാലും ഇത്രയ്ക്കേ ഉള്ളൂ, നീ ഒരു മഹാവിശുദ്ധനൊന്നും ആകാൻ പോകണില്ല, അത് ഉറപ്പല്ലേ? എന്നാൽ പിന്നെ കുറച്ചൊക്കെ കുടിച്ച് ഈ ലോകത്തിന് സന്തോഷം വരും, എന്തിനു ഉപേക്ഷിച്ച് കളയണം? കുറച്ചൊക്കെ കുടിക്കുക, കുറച്ചൊക്കെ നോക്കുക, ഇങ്ങനെ ജീവിച്ചാൽ മതി. അല്ല, നമ്മളൊക്കെ പുണ്യാളന്മാരാകാൻ പോവാണോ? ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞു, നിങ്ങൾ അതുമില്ല ഇതുമില്ല അതാക്കണ്ട, നമുക്ക് എന്തായാലും ഇത് ഉറപ്പാണ്, ഇത് കഴിക്കാം എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ വായിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അന്ന് തൊട്ട് മഹാകുടിയനായി മാറി. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക എത്രയോ വിധത്തിലാണ് ബോഷ്കിന്റെ ആത്മാവ് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിലാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്: എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഇതൊന്നും 100% നടക്കുമൊന്നുമില്ല, ഇത് ലോകമാണ്, ഇവിടെ നടപ്പാകണ കാര്യമല്ല, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ടി ഇതാ ദൈവവചനത്തെ ഒരു കൂട്ടം ആളുകൾ ലോകത്തിൽ ഉപേക്ഷിക്കുകയാണ്. ഓ ദൈവമക്കളെ, ഞാനും നീയും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കത്തുന്ന തീയിൽ നിന്നെടുത്ത വിറക് കമ്പ് പോലെയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഇതാ സ്വന്തം ജഡത്തിന്റെ ആളുന്ന അഗ്നിയാൽ കത്തുന്ന കമ്പ് പോലെയാണ് ഇന്ന് ലോകത്തിലായി തീർന്നിരിക്കുന്നത്. അല്ലാതെ അഭിഷേകത്തിന്റെ അഗ്നിയല്ല കത്തുന്നത്, പിന്നെയോ സ്വന്തം ജഡത്തിന്റെ മോഹങ്ങൾ കൊണ്ട് കത്തുന്ന ഒരു കമ്പ് പോലെയായി എൻ്റെ നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ജെറമ്യാ പ്രവാചന പുസ്തകം 11-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ: ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്നത് മുതൽ ഇന്നുവരെ എൻ്റെ വാക്ക് അനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉത്ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ഓരോരുത്തനും തൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേറി ഇതാ നടക്കുന്നു. കത്തുന്ന തീയിൽ നിന്നെടുത്ത വിറക് കമ്പ് പോലെ ഇതാ ഓരോരുത്തരും സ്വന്തം ദുഷ്ടഹൃദയത്തിന്റെ മോഹങ്ങളാൽ ആളുന്ന ഒരു ജീവിതമായി ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് തിരിച്ചറിവച്ച കാലം തൊട്ട് ഇന്ന് വരെ ദൈവം തന്റെ ആത്മാവിനാൽ ദൈവവചനം കേൾക്കാനും അനുസരിക്കാനും നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന കാതുകളും തന്ന് എന്നെയും നിങ്ങളെയും വചനം കേൾക്കാനും വചനം അനുസരിക്കാനും ഇതാ ദൈവം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ പൈതലേ, നീ ഇത് തിരിച്ചറിയുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങൾ. അന്ന് പലരും എന്നോട് ഇങ്ങനെ ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, ദുഷ്കർമ്മികളെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുകയില്ല. എന്താ കാരണം? ഒറ്റ കാരണമേ ബൈബിൾ പറയുന്നുള്ളൂ. ദൈവവചനം ശ്രവിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്, ദൈവപുത്രനുമായി ആ വ്യക്തിക്ക് ഒരു പുലബന്ധം പോലും ഇല്ല. എല്ലാ ബന്ധവും അറ്റുപോയി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് കുറേയൊക്കെ അങ്ങോട്ട് ജീവിച്ചിട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് നന്മ പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ ഒരു പൈതലായിരിക്കാം എന്ന് ഞാൻ നിങ്ങൾ വ്യാമോഹിക്കരുത്. ദൈവപുത്രൻ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്, കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യം, എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യൻ. ആരെയാണ് കർത്താവ് റെസ്പെക്ട് ചെയ്ത് ഉയർത്തുന്നത്? എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് ഇത് ദുഷ്ടാത്മാവിന് അറിയാവുന്നത് കൊണ്ട് ഈ ബോഷ്കിന്റെ ആത്മാവ് നിരന്തരം ദൈവമക്കളുടെ ഹൃദയത്തിൽ നൽകുന്ന ദുരുപദേശമാണ്, ഈ വചനം മുഴുവനൊന്നും അനുസരിക്കാൻ പറ്റില്ല, ഈ വചനമൊന്നും ഫുള്ളായിട്ട് അനുസരിക്കാൻ നോക്കണ്ട, ഇത് ഈ ലോകത്ത് നടപ്പുള്ള കാര്യമല്ല, ഇത് നടക്കില്ല. മദ്യപിക്കരുത് എന്ന് പറയുമ്പോൾ പിശാച് പറയും, ഇത് നടക്കില്ല, ഇത്തിരി മദ്യപിക്കണം. നിങ്ങൾക്ക് ധാരാളം മക്കളുണ്ടാകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന് ദൈവവചനം പറയുമ്പോൾ പിശാച് പറയും, അത് നടക്കില്ല, ലോകത്തിൽ നടപ്പുള്ള കാര്യമല്ല അത്. മിശ്രവിവാഹം അരുത് എന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ പിശാച് പറയും, നടപ്പുള്ള കാര്യമല്ല, എനിക്ക് തോന്നുന്നവരെ ഞാൻ കയറിക്കെട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ എഴുതപ്പെട്ട ഓരോ വചനവും ലംഘിക്കാൻ ഈ ബോഷ്കിന്റെ ആത്മാവ് എന്നെ നിങ്ങളെയും ജീവിതത്തിന്റെ ഓരോ ദിശയിൽ ഓരോരോ നിർണായക ഘട്ടത്തിൽ എന്നെ നിങ്ങളെയും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 23-24 വാക്യങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവന്റെ ഒരു അടയാളം, പിതാവിനെ സ്നേഹിക്കാത്തവന്റെ ഒരു അടയാളം, ദൈവത്തെ സ്നേഹിക്കാത്തവന്റെ അടയാളം ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്, എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. തോന്നിയതുപോലെ പ്രവർത്തിക്കും. കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യം നടക്കില്ല എന്ന് വന്നാൽ കൈക്കൂലി കൊടുക്കും. വചനം എന്താ പറയണമെന്ന് അവൻ അന്വേഷിക്കുന്നില്ല. വിശേഷ അവസരങ്ങൾ വരെ മദ്യപിക്കാണെന്ന് തോന്നുന്നെങ്കിൽ അവൻ മദ്യപിക്കും. എന്താണ് ദൈവവചനം ഈ കാര്യത്തെക്കുറിച്ച് പറയണത് എന്ന് അവന് വിഷയമേ അല്ല. ഇങ്ങനത്തെ ഒരു ദൈവ പൈതലാണോ നീ? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇതാ പരിശുദ്ധാത്മാവല്ല, ബോഷ്കിന്റെ ആത്മാവാണ് നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തുന്ന തീയിൽ നിന്നെടുത്ത ഒരു വിറക് കമ്പ് പോലെയാണ് നീ. നിനക്ക് ചുറ്റും ആളുന്നത് ദൈവാത്മാവിന്റെ അഗ്നിയല്ല, പിന്നെയോ സ്വന്തം ജഡമോഹങ്ങളുടെ കത്തുന്ന അഗ്നിയാണ് നിനക്ക് ചുറ്റും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം.
രണ്ട് കാര്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് തുറന്നു പിടിക്കാം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ ഒരു വ്യത്യാസം ആഗ്രഹിക്കുകയാണ്. എനിക്ക് ദൈവവചന പ്രകാരം ജീവിക്കണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കണം, എൻ്റെ കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയണം. അതിനാഗ്രഹിക്കുക. എല്ലാ തിന്മകളും ബോഷ്കിന്റെ അരിവുകളും വിട്ടുപോകാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ, തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ ഓരോ ദൈവ പൈതലിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്നും തിന്മയുടെയും ബോഷ്കിന്റെയും അരൂപികൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. അടിമ ചങ്ങലാഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. യേശുവിൻ്റേത് മാത്രം, ഞാനും എൻ്റെ കുടുംബവുമല്ല. യേശുവിൻ്റേത് മാത്രം, യേശുവിൻ്റേത് മാത്രം, യേശുവിൻ്റേത് മാത്രം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും, അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബോഷ്കിന്റെ അരൂപികളിൽ നിന്നും ദൈവവചനം മല്ലടിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തിന്റെ ആത്മാവിൽ നിന്നും ഇപ്പോൾ വിടുവിക്കണമേ. പിശാചേ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കും, സമൂഹത്തിൽ വിടുതൽ പ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം തിരുലിഖിതം. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്.